വഴിയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യണം? ബ്രെയിൻ നോക്കിയിട്ട് ഒരു മാർഗവുമില്ല. കാരണം വളർത്താൻ പറ്റുന്നില്ല. അതുപോലെ നടന്ന് എന്തെങ്കിലും അനങ്ങിയെങ്കിലും മാത്രമേ ഇത് എനർജി ഒന്നും വേസ്റ്റ് ആവും. ഒന്നുമില്ല. അപ്പോഴേ ബ്രെയിൻ കൊടുക്കില്ല. എന്തായാലും ഉണ്ടായിപ്പോയില്ലേ? എവിടെയെങ്കിലും കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യും. നിനക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോയി ഡിപ്പോസിറ്റ്. ഫിസിക്സിനൊരു നിയമമുണ്ട്. വൺസ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇറ്റ് വിൽ ബി യൂട്ടിലൈസ്. ഫിസിക്സ് പഠിക്കാൻ എനർജി ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണം. മനസ്സിലായില്ല? അപ്പം ബ്രെയിൻ മെസ്സേജ് കൊടുത്ത് എവിടെയെങ്കിലും കൊണ്ട് യൂട്ടിലൈസ് ചെയ്യും. ഈ ഉണ്ടായി നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ ആമാശയെ ദഹിപ്പിച്ച ആ എനർജി നമ്മുടെ ഗ്ലൂക്കോസ് മൊത്തം വീണ്ടും അതുപോലെ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെ വീണ്ടും കൊളസ്ട്രോൾ ആക്കി ആകെ ബോഡി കൺഫ്യൂസ്ഡ് ആയി പോകും. മനസ്സിലായില്ല? 5 മണി 6 മണിക്ക് സമയത്ത് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന ഗ്ലൂക്കോസിനെ വീണ്ടും എന്താക്കി മാറ്റണം? കൊളസ്ട്രോൾ ആക്കിയിട്ട് കിഡ്നി കുറച്ച് കൊണ്ടുവന്ന് കിഡ്നി കൊണ്ടുവന്ന് തള്ളും, കുറച്ച് കൊണ്ടുവന്ന് ഹാർട്ടിൽ കൊണ്ടുവന്ന് തള്ളും, കുറച്ച് കൊണ്ടുവന്ന് ലിവറിൽ കൊണ്ടുവന്ന് തള്ളും, കുറച്ച് കൊണ്ടുവന്ന് എവിടെയൊക്കെ തള്ളാമോ അവിടെ എല്ലാം കൊണ്ട് തള്ളി. മനസ്സിലായില്ല? അങ്ങനെ തള്ളി 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 ഈ സിസ്റ്റം എങ്ങും ചേഞ്ച് ചെയ്തുകൊണ്ടേ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക. ഇത് നമ്മുടെ കുട്ടികൾക്കും നമുക്കും എല്ലാം ഈ സിസ്റ്റം ആവർത്തിക്കും. ഈ തള്ളി 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 ആവശ്യമില്ലാത്ത കോശങ്ങൾ വളരാറുണ്ട്. കാരണം നമുക്ക് ആവശ്യമുണ്ടായിരുന്നു അവിടെ. ഈ തള്ളു നിർത്തുന്നു നമുക്ക് ആവശ്യമില്ലാത്ത കോശങ്ങൾ, ആവശ്യമില്ലാത്ത കോശങ്ങൾ വളരാറുണ്ട്. ദാറ്റ് ഈസ് ദ അൺകൺട്രോൾഡ് ഗ്രോത്ത് ഓഫ് എ സെൽ. ദാറ്റ് ഈസ് കാൾഡ് ക്യാൻസർ. മനസ്സിലായില്ലേ? അൺകൺട്രോൾഡ് ഗ്രോത്ത് ഓഫ് സെൽ ഈസ് കാൾഡ് ക്യാൻസർ. അതായത് സെല്ലിന്റെ അനിയന്ത്രിതമായ വളർച്ചയാണെന്ന് പറയുന്നത്. അത് നമ്മുടെ സിസ്റ്റത്തിൽ എവിടെ വേണമെങ്കിലും ഉണ്ടാകാം. അതായത് എനർജി നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ മനുഷ്യന് കൈ നിവർന്ന് നിൽക്കാൻ ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഇതിനു വേണ്ടിയാണ്. മനസ്സിലായി? അപ്പോൾ നമുക്ക് ആ ചെയ്യുന്ന സമയത്തായിരിക്കണം. ഓക്കെ, ഈ ലൈഫ് സ്റ്റൈലിനെ നമുക്ക് എങ്ങനെ തിരുത്താൻ പറ്റും എന്നൊക്കെ പറയും. ഇപ്പം ഇതല്ലേ പിന്തുടരുന്നത്? ഞാൻ ഈ പറഞ്ഞതല്ലേ പിന്തുടരുന്നത്? എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വയ്ക്കും. JCM ഉൾപ്പെടെ ഉള്ള ആൾക്കാർ, ഞാൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ഇങ്ങനെയല്ല പിന്തുടരുന്നത്. ഇങ്ങനെയാണ് പിന്തുടരുന്നത്. മനസ്സിലായി? നമ്മളൊരു മീറ്റിംഗ് കഴിഞ്ഞാൽ 9 മണിക്കാണ് ഫുഡ് കഴിക്കുന്നത്. 9 മണിക്ക് 10 മണിക്ക് 2 അടിക്കുകയും ചെയ്യാം. അതിന്റെ മെച്ചം വേറെ. അതും ശകലമെങ്കിലും ഇതുണ്ടൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്യും. ഇത് അത് ചെയ്യത്തില്ല. എന്ത് ചെയ്യും? ഒന്ന് വിശന്ന് കുടൽ കരിഞ്ഞിരിക്കുന്ന സമയത്ത് കയറി മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ നമ്മൾ കാരണം കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ